ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോനാമാർഗിൽ നിന്ന് കാർഗിലിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. സോനാമാർഗിൽ നിന്ന് കാർഗിൽ വരെ 130 കിലോമീറ്റർ ദൂരമാണുള്ളത്. നാഷണൽ ഹൈവേ 1 യാത്ര. ഈ യാത്രയിൽ സോനാമാർഗിൽ നിന്ന് സോജില പാസ്, അതായത് സോജില ചുരം വരെ 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. സോജില പാസ് കഴിയുന്നവരെ വഴി അത്ര നല്ലതല്ല. ചില സ്ഥലങ്ങളിലൊക്കെ വളരെയധികം മോശമാണ്. അതുപോലെ തന്നെ ഐസുരുകി റോഡിലൂടെ വെള്ളമൊഴുകി റോഡ് നാശമായ പല സ്ഥലങ്ങളും ഉണ്ട്. സോജില പാസ് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ കാർഗിൽ ജില്ലയിലാണ്. ഈ ചുരം കാശ്മീർ താഴ്വരയെ ദ്രാസ് താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ഹിമാലയൻ പർവ്വതനിരയാണ്. ഇവിടെ ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച മൂലം ആഴ്ചകളോളം ഈ റോഡ് അടച്ചിടേണ്ടിയും വരാറുണ്ട്. അതുകൊണ്ട് സോജില ടണൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സോജില ടണൽ പണി കഴിഞ്ഞാൽ ഈ മഞ്ഞുകാലത്ത്, അതായത് ശൈത്യകാലത്ത് ഇവിടെ വാഹനങ്ങൾ കടത്തിവിടാതിരിക്കാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാതായി കിട്ടും. ടണലിലൂടെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. സോജില എന്നാൽ ഹിമപാതങ്ങളുടെ പർവ്വത ചുരം എന്നാണ് അർത്ഥം വരുന്നത്. 11,575 അടി ഉയരത്തിലാണ് ഈ ചുരം. BRO ഈ ചുരം യാത്ര സാധ്യമാക്കാൻ വർഷം മുഴുവൻ ഇവിടെ പ്രവർത്തിക്കുന്നു. സോജില ടണൽ 2018 മെയ് മാസത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നടത്തി. 14 കിലോമീറ്റർ നീളമുള്ള തുരങ്കം സോജില പാസ് കടക്കാനുള്ള സമയം 3 മണിക്കൂറിൽ നിന്ന് 15 മിനിറ്റായി കുറയ്ക്കും. ഇത് നിർമ്മാണം കഴിയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കങ്ങളിൽ ഒന്നായി മാറും. സോജില പാസ് വഴി ദ്രാസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കാർഗിൽ യുദ്ധത്തിൽ, അതായത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ദ്രാസ്. സോജില പാസിൽ നിന്ന് 38 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ ദ്രാസിലേക്ക്. വഴി നീളെ പർവ്വതങ്ങളും അതുപോലെ തന്നെ താഴ്വാരങ്ങളും അതിൻ്റെ പ്രകൃതി ഭംഗിയിലുള്ള ഒരു യാത്രയാണ്. ദ്രാസ് സോജില പാസ് ചുരത്തിനും കാർഗിലിനും ഇടയിലുള്ള പർവ്വതനിരയാണ്. ഒരു ടൂറിസ്റ്റ് ഹബ്ബ് കൂടിയാണ് ഇവിടം. ശൈത്യകാലത്ത് ഇവിടങ്ങളിൽ ശരാശരി താപനില -20 ഡിഗ്രി വരെ താഴാറുണ്ട്. ഇവിടെ 1999 പാകിസ്ഥാൻ പട്ടാളക്കാർ ഈ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറിയത് ഈ ദ്രാസിലാണ്. ഈ ചുരത്തിൻ്റെ താഴ്വാരത്തായി ആണ് ഈ ബാൾട്ടാൾ എന്ന് പറഞ്ഞ സ്ഥലം. ഈ ബാൾട്ടാളിലെ ഈ അമർനാഥ് തീർത്ഥയാത്രികർക്ക് താമസിക്കുന്നുള്ള ബേസ് ക്യാമ്പാണ് ആ താഴത്ത് വളരെ ചെറുതായി നമ്മൾ കണ്ടത്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇവിടങ്ങളിലെല്ലാം ഈ പാറകളുടെയും സൈഡുകളിലുള്ള മണ്ണിൻ്റെയും എല്ലാം ബലക്കുറവ് വളരെയധികം പ്രശ്നമാണ്. ഒരു മഴ പെയ്താൽ കംപ്ലീറ്റ് ഇതൊക്കെ ഇടിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടങ്ങളെല്ലാം. ഇന്ന് കാർഗിലെത്തി. കാർഗിൽ സ്റ്റേ ചെയ്യണമെന്നാണ് കരുതുന്നത്. കുറച്ച് ദൂരമുള്ളൂ, 135 കിലോമീറ്റർ ഉള്ളൂ ദൂരമെങ്കിലും വളരെ മോശം റോഡും അതുപോലെ തന്നെ തിരിവുകളും കയറ്റങ്ങളൊക്കെ ഉള്ള കാരണം അധികം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് കാർഗിൽ താമസിച്ച് കാർഗിൽ നിന്ന് നാളെ ലഡാക്കിലെത്തുമ്പോൾ എൻ്റെ വണ്ടി അടുത്ത സർവീസിന് കൊടുക്കണം. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ റോഡൊക്കെ ആകെ മഴ പെയ്ത് ആകെ പ്രശ്നങ്ങളായി കിടക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. ഒരു സൈഡ് ഇതുപോലെ തന്നെ ദുർബലമായ മലഞ്ചെരിവുകളും മറ്റേത് അഗാധമായ താഴ്വാരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റോഡാണ്. ഇതിലെ സോളോ റൈഡ് എന്തും കൊണ്ടും ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു യാത്രയാണ്. അഡ്വഞ്ചർ ട്രിപ്പ് താല്പര്യമുള്ളവർക്ക് ഇത് ഒറ്റയ്ക്ക് ഈ യാത്രയുടെ ഈ ഭീകരതയും അതുപോലെ തന്നെ ഈ പ്രകൃതി കാഴ്ചയും എല്ലാം കണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാവുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഉറപ്പായിട്ടും ശ്രീനഗറിൽ നിന്നുള്ള ലഡാക്കോ
അല്ലെങ്കിൽ ലഡാക്കിൽ നിന്ന് കർത്തുങ്ല പാസ് വഴി പാങ്ങോങ് വില്ലേജിലേക്കോ ഒക്കെയുള്ള യാത്ര വളരെയധികം അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയാം. സോനാമാർഗിൽ നിന്ന് കാർഗിൽ വരെയുള്ള റോഡ് യാത്ര എന്തുകൊണ്ടും മനോഹരമായ ഇന്ത്യൻ ഹിമാലയ പർവ്വതനിരയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര മനോഹാരിതയുള്ളതാണ്. ഇവിടെ നിന്ന് സോജില പാസ് കഴിയുന്നതുവരെ റോഡുകൾ വളവുകളും അതുപോലെ നേർത്ത റോഡുകളൊക്കെയാണ്. പർവ്വതങ്ങളുടെ സുന്ദരമായ കാഴ്ചകളും ഇതുപോലെ തന്നെ വളരെയധികം ഒരു വണ്ടി വന്നാൽ, ഒരു ട്രക്ക് വന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്തത്ര വീതി കുറഞ്ഞ റോഡുകളൊക്കെയാണ്. മഴ പെയ്തും അതുപോലെ തന്നെ ഐസുരുകി റോഡുകളിലേക്ക് വന്ന് റോഡെല്ലാം നാശമായി കിടക്കുന്ന ഒരു അവസ്ഥയിലുള്ള റോഡിലൂടെയാണ് യാത്ര. ഈ സോജില പാസിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാശ്മീരിലെ പച്ചപ്പും അതുപോലെ തന്നെ ലഡാക്കിലെ ശൂന്യമായ പർവ്വതനിരകളും തമ്മിൽ നമുക്കൊരു വ്യത്യാസം കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഈ സോജില പാസ് ഇറങ്ങി വന്നാൽ വീണ്ടും എത്തുന്നത് ദ്രാസ് എന്ന് പറഞ്ഞ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും തണുത്ത് നിൽക്കുന്ന സ്ഥലമായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ദ്രാസ്. അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. 1999 ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ സമ്പന്നമായ ചെറിയൊരു പട്ടണമാണ് ദ്രാസ്. അങ്ങോട്ടാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. സോജില പാസ് കഴിഞ്ഞു. ഈ ദ്രാസിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ടോളോലിങ്ങും അതുപോലെ തന്നെ ദ്രാസിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള ടൈഗർ ഹില്ലും ആണ് പാകിസ്ഥാൻ ആദ്യം പിടിച്ചെടുത്തത്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം നമ്മൾ അന്ന് കാലത്ത് മാധ്യമങ്ങളിലൂടെയെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ബാർലി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് തുടങ്ങിയെല്ലാം കൃഷി ചെയ്യുന്നു. അതുപോലെ തന്നെ കാലി വളർത്തൽ, ഈ പൂണി വളർത്തൽ, ചെമ്മരിയാടുകളെ ഒക്കെ ഈ ഭാഗത്ത് കൂടുതലായി കാണുന്നുണ്ട്. യാക്ക് തുടങ്ങിയവയും ഈ ഭാഗത്ത് കൂടുതലുണ്ട്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇവിടം വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദ്രാസിൽ നിന്ന് കാർഗിൽ ലഡാക്കിൻ്റെ ഒരു ജില്ലയും അതിൻ്റെ ആസ്ഥാനം കൂടിയാണ്. പിന്നീടാണ് ലേ ഉള്ളത്. സുരു നദിയുടെ തീരത്താണ് ഈ കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. കാർഗിൽ യുദ്ധത്തിൽ ഈ ലേ അല്ലെങ്കിൽ ലഡാക്ക് എന്ന് പറയാം, കാർഗിൽ എന്നിവയെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയും റോഡുകളും ഈ പാകിസ്ഥാൻ സൈന്യം പിടിച്ചെടുത്ത പ്രദേശത്തിലൂടെയാണ് പോകുന്നത്. ഈ ഭാഗത്താണ് സോജില ടണലിൻ്റെ നിർമ്മാണം നടക്കുന്നത്. നമ്മളെ ആ ഭാഗത്തേക്കൊന്നും കടത്തിവിടില്ല. ഇവിടെയെല്ലാം യന്ത്രസാമഗ്രികളെല്ലാം വന്ന് ഈ സോജില പാസ് ഈ ടണൽ പണി നടക്കുന്നത് ഈ പ്രദേശത്താണ്. നമ്മൾ ഈ ഭാഗം തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ടിട്ടുള്ള പട്ടാള തിരിച്ചടി, അതിൽ നമ്മൾ വിജയം വരിച്ചു. 2 മാസത്തോളം നല്ല ഉഗ്ര യുദ്ധം നടന്നു. അതുകൊണ്ട് എല്ലാ കൊല്ലവും ജൂലൈ 26 ഇന്ത്യ കാർഗിൽ വിജയ് ദിവസമായി നമ്മൾ ആചരിക്കുന്നു. ഈ റോഡ് യാത്ര ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. മനോഹരമായ പ്രകൃതി ശോഭ മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടും സംസ്കാരത്തോടും അടുത്ത ബന്ധം നമുക്ക് കിട്ടുന്ന ഒരു പ്രദേശത്തിലൂടെയാണ്. ഈ വീരജവാന്മാർക്ക് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്താണ് യാത്രയ്ക്കായി ഏറ്റവും അനുയോജ്യമായ സമയം. സോജില പാസ് തുറന്നു കിടക്കുകയും കാലാവസ്ഥ സുഗമമായിരിക്കുകയും ചെയ്യും. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിനുള്ളിൽ ഏത് സമയം വേണമെങ്കിൽ ഇവിടെ മഞ്ഞുവീഴ്ച കൂടുതലാവുമ്പോൾ ഇതടയ്ക്കും. ഈ പ്രദേശത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സോനാമാർഗിൽ നിന്ന് പെട്രോളൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്ത് പോകണം. ഈ സോനാമാർഗിനും കാർഗിലിനും ഇടയ്ക്ക് പെട്രോൾ പമ്പ് ഒരെണ്ണം പണി നടക്കുന്നതേ ഉള്ളൂ.
അല്ലെങ്കിൽ നമുക്ക് കാർഗിൽ വരെ പെട്രോൾ കിട്ടില്ല. അതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറാൻ സാധ്യതയുള്ള പ്രദേശമാണ്. മഴയൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ കഠിനമായ തണുപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളെല്ലാം നമ്മൾ കരുതേണ്ടതാണ്. ഈ പ്രദേശത്ത് മഞ്ഞുവീഴ്ചയും മഴക്കാലത്ത് ലാൻഡ് സ്ലൈഡിങ്ങൊക്കെ പതിവായതിനാൽ റോഡുകൾ ചിലപ്പോഴൊക്കെ വളരെയധികം ദുഷ്കരമായിരിക്കും. അതും ശ്രദ്ധിച്ച് അന്നന്ന് കിട്ടുന്ന വാർത്തകൾ അറിഞ്ഞുകൊണ്ട് വേണം ഈ ഭാഗത്ത് യാത്ര ആരംഭിക്കുന്നത്. റോഡവസ്ഥ ശരിക്കും പരിശോധിച്ചുകൊണ്ട് വേണം ഈ ഭാഗത്തേക്കുള്ള യാത്ര. ഈ പ്രദേശങ്ങളിൽ നമുക്ക് ഈ താഴ്ത്ത് ഭാഗങ്ങളിൽ നദികൾ, അതേപോലെ തന്നെ വ്യാപകമായ ശൂന്യമായ പർവ്വതനിരകൾ, ദേ കാണുന്നത് പോലെ അങ്ങിങ്ങായി കാണുന്ന ഈ ഹിമാനികൾ അല്ലെങ്കിൽ മഞ്ഞുപൂത്ത പർവ്വതങ്ങൾ എന്നെല്ലാം പറയാം, അതാണ് കാണുന്നത്. ഇതുപോലെ തന്നെ മഞ്ഞുരുകി റോഡിലൂടെ ഒഴുകുന്ന ഇതിൻ്റെ നമുക്ക് റോഡിൻ്റെ കട്ടറിൻ്റെ താഴ്ച മനസ്സിലാവില്ല. അതുകൊണ്ട് വേറൊരു വണ്ടി കടന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബൈക്കുകാർക്ക് സൈലൻസറിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന ഈ മഞ്ഞുപൂത്ത പർവ്വതനിരകളാണ്, അതെല്ലാം ഐസാണ്. ഈ സമയം ജൂലൈ മാസമായിട്ട് പോലും ഇതുപോലെ തന്നെ ഐസെല്ലാമുള്ള കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ശൈത്യകാലത്തിൻ്റെ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കൂ. അതുപോലെ ഇവിടുത്തെ പെട്ടെന്നെല്ലാം തന്നെ ഈ മലകളുടെ ഒരു മാറ്റവും നമുക്ക് പ്രത്യക്ഷമാവും. നല്ല പച്ച നിറമുള്ള ഈ താഴ്വാരങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങളിലൊക്കെ പാറക്കെട്ടുകൾ മാത്രം നിറഞ്ഞ ഭൂപ്രകൃതിയിലേക്കും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തിലൂടെയാണ് നമ്മുടെ യാത്ര. എന്തുകൊണ്ടും ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അഡ്വഞ്ചർ യാത്ര. ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും ഇവിടെയെല്ലാം കണ്ടിരിക്കണം. ഈ യാത്ര അവസാനിക്കുന്നത് ഇന്ന് കാർഗിൽ പട്ടണത്തിലാണ്. ഇത് ലഡാക്കിലെ രണ്ടാമത്തെ വലിയ നഗരമാണ്. ഇപ്പോൾ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. കാർഗിൽ പോലീസിൻ്റെ ഇവിടെ ബുദ്ധമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും സാംസ്കാരിക സ്വാധീനങ്ങൾ ധാരാളം കാണാം. കാർഗിലിൽ അടുക്കുമ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ട്. ജമ്മു കാശ്മീർ പോലീസിൻ്റെ ചെക്കിങ്ങാണ് ലഡാക്ക് പോലീസിൻ്റെ. ജമ്മു കാശ്മീർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാക്കിയ കാരണം ലഡാക്ക് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് കാണിച്ചു കൊടുക്കണം, നമ്മുടെ ഫോൺ നമ്പർ എഴുതണം, പേരും എഴുതി വെച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകാം. വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റികളൊന്നും തന്നെയില്ല, അത്ര തന്നെയുള്ളൂ. എല്ലാവരും ഇവിടെ വണ്ടി നിർത്തി ഇതെല്ലാം നമ്മുടെ ഡോക്യുമെൻ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. പേരെഴുതി സൈൻ ചെയ്ത് നമുക്ക് പോകാം. ഇവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. എൻ്റെ വണ്ടി ആ അറ്റത്ത് ഇരിക്കുന്നതാണ്, അവിടേക്കാണ് വണ്ടി കുറച്ച് മുമ്പിലോട്ട് കയറ്റി നിർത്തി ഇവിടെ ഒതുക്കി വെച്ചതാണ്. ഇവിടെയും ഒരു റൈഡറെ കണ്ടു. അവൻ ഗുജറാത്തിൽ നിന്നുള്ള റൈഡറാണ്. അവനോടൊന്ന് സംസാരിച്ച് അവൻ രണ്ടുപേരും ലഗേജ് ബാക്കിൽ വെച്ച് കെട്ടി വെച്ചിട്ടാണ് വന്നേക്കണേ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം കണ്ട് വീണ്ടും യാത്ര തുടങ്ങി. ഈ തൊട്ടടുത്ത് അവിടെ നിന്ന് കടന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദ്രാസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ദ്രാസ് ഒരു കൊച്ചു ടൗണാണ്. അപ്പോൾ ഈ വഴിയിൽ ഇത്ര നേരം വേറെ കടകളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ എല്ലാ വണ്ടിക്കാരും ഈ ദ്രാസിൽ വണ്ടി നിർത്തി എന്തെങ്കിലും ലഘുഭക്ഷണമൊക്കെ കഴിച്ചാണ് പോവാറ്. ഇതൊരു കൊച്ചു ടൗണാണ് ദ്രാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തണുപ്പ് അനുഭവപ്പെടുന്ന, ശൈത്യകാലത്ത് -20 ഡിഗ്രി വരെ വരുന്ന ഒരു ചെറിയ പട്ടണം കൂടിയാണ് ദ്രാസ്. ഈ ദ്രാസിലാണ് നമ്മൾ ഓപ്പറേഷൻ വിജയ് സമയത്ത് വീരമൃത്യു വരിച്ച നമ്മുടെ സൈനികരുടെ പേരുകളെല്ലാം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വാർ മെമ്മോറിയൽ, അതായത് ദ്രാസ് വാർ മെമ്മോറിയൽ എന്നോ അല്ലെങ്കിൽ കാർഗിൽ വാർ മെമ്മോറിയൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വാർ മെമ്മോറിയൽ കൂടി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വാർ മെമ്മോറിയലിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ഈ ടോളോലിംഗ്
ഹൈറ്റ്സ്, അതുപോലെ തന്നെ ടൈഗർ ഹില്ല് എന്നിവ അവിടെ നിന്ന് ദൃശ്യമാകും. ഈ യുദ്ധ സ്മാരകം കാർഗിൽ വാർ മെമ്മോറിയലിൽ നിന്ന് നോക്കിയാൽ ഇതും ഇപ്പോൾ ഒരു പ്രധാന വിനോദ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദ്രാസിൽ നിന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിലേക്കെത്താൻ. ഇവിടെ വാഹനങ്ങളിൽ ഭൂരിഭാഗവും ടൂറിസ്റ്റ് വരുന്ന വാഹനങ്ങളും ബാക്കി വരുന്നതെല്ലാം തന്നെ പട്ടാള ട്രക്കുകളും അതുപോലെ തന്നെ CRPF ജവാന്മാരുടെയും ലഡാക്ക് പോലീസിൻ്റെയും എല്ലാം ആണ് കൂടുതൽ നമുക്ക് കണ്ടുവരുന്ന വാഹനങ്ങൾ. നമ്മൾ ദ്രാസ് കഴിഞ്ഞാൽ അടുത്തെത്തുന്നത് വാർ മെമ്മോറിയലിലേക്കാണ്. ഈ പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ നേരിയ പ്രശ്നമുണ്ട്. നമുക്ക് ചെറിയ ഓക്സിജൻ്റെ സിലിണ്ടറുകളെല്ലാം വാങ്ങാൻ കിട്ടും. അതൊരെണ്ണം കയ്യിൽ കരുതുന്നത് ഗുണം ചെയ്യും. ഇവിടെ നിന്ന് ലഡാക്കിലെത്തുമ്പോഴും ലഡാക്കിൽ നിന്ന് ലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ ഈ പ്രശ്നം വരും. ഇതാണ് വാർ മെമ്മോറിയൽ. നമ്മളന്ന് യുദ്ധത്തിൽ വിജയം നേടിയ ബൊഫോഴ്സ് തോക്കാണ് ഇവിടെ മെയിനായിട്ട് പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാനിവിടെ എത്തുമ്പോൾ ഈ കാർഗിൽ മെമ്മോറിയൽ ഡേയ്ക്ക് വേണ്ടി ഇത് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇത് പുൽത്തകിടികളെല്ലാം മൂടി പിടിപ്പിക്കലും പരേഡിൻ്റെ റിഹേഴ്സലും എല്ലാം തന്നെയായ കാരണം ഇതിലെ ആ മെമ്മോറിയൽ ഇവിടെ ഒരു സ്മാരകത്തിൻ്റെ എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്ന എക്സിബിഷൻ ഉള്ള ഒരു ഹോളുണ്ട്. അതെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതാണ് ആ ടൈഗർ ഹില്ലിലേക്കെല്ലാം നമ്മൾ തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ ബൊഫോഴ്സ് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു ഭാഗമാണിത്. ഈ ബൊഫോഴ്സ് തോക്കാണ് നമ്മളെ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം രക്ഷപ്പെടുത്തിയത് എന്നാണ് അന്നത്തെ വാർത്തകളിലെല്ലാം നമ്മൾ അറിഞ്ഞത്. ഇതാണ് കാർഗിൽ മെമ്മോറിയൽ സ്മാരകം. ഇവിടെ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് എല്ലാവരെയും തന്നെ അവരുടെയൊക്കെ കല്ലറയ്ക്ക് പോലെ ഒരു പിങ്ക് നിറത്തിലുള്ള ഓരോ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. ലക്ഷ്യം കാർഗിൽ. ഇന്ന് കാർഗിലിൽ സ്റ്റേ ചെയ്യണം. നാളെ വീണ്ടും ലഡാക്ക് നിന്ന് കർത്തുങ്കില പാസ് കണ്ട് വീണ്ടും ലഡാക്കിൽ വന്ന് താമസിച്ച് ഒരു ദിവസം ഇവിടുത്തെ കാലാവസ്ഥയ്ക്കായി ഒന്ന് പൊരുത്തപ്പെട്ട് ഓക്സിജൻ്റെയൊക്കെ ആ പ്രോബ്ലം ഒന്ന് മാറ്റി വൈറ്റമിൻ C ടാബ്ലറ്റ്സൊക്കെ കരുതുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അതെല്ലാം കഴിച്ച് എൻ്റെ വണ്ടി ആദ്യത്തെ സർവീസ് ഞാൻ തൃശ്ശൂർ നടത്തി. പിന്നീടത്തെ സർവീസ് കൽക്കട്ടയിലായിരുന്നു 5000. വീണ്ടും 10000 കിലോമീറ്ററായ സർവീസാണ് ഇപ്പോൾ വരുന്നത്. അത് ലഡാക്കിൽ നടത്തണം. അതുകൊണ്ട് ഒരു ദിവസം ലഡാക്കിൽ അങ്ങനെ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയുമായി ഒന്ന് പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യാം. വീണ്ടും ഈ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ ഉടനീളം ഇന്ന് വേറെ പ്രകൃതി ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത ഈ മരങ്ങളോ ചെടികളോ ഒന്നുമില്ലാതെ വർഷത്തിൽ കുറേ മാസങ്ങൾ മഞ്ഞുമൂടി കിടക്കുന്ന ഈ പ്രദേശം, അതാണ് ഇവിടെ ഒരു മരങ്ങളോ ചെടികളോ ഒന്നും ഇല്ലാത്തത്. ഈ പ്രദേശത്തിലൂടെയുള്ള എൻ്റെ നീണ്ട യാത്രയിലാണ്. വീണ്ടും പുതിയ യാത്രാനുഭവങ്ങളും ആയി നമുക്ക് വീണ്ടും കാണാം. 1947 ഇന്ത്യയുടെ വിഭജനത്തിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളാൽ ഒറ്റപ്പെട്ട താഴ്വരകളിൽ വസിച്ചിരുന്ന വൈവിധ്യമാർന്ന ഭാഷ, വംശീയ മതവിഭാഗങ്ങളുള്ള ജനസാന്ദ്രത കുറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കാർഗിൽ. ആ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖ ലഡാക്ക് ജില്ലയെ വിഭജിച്ചുകൊണ്ട് അവസാനിച്ചു. പാകിസ്ഥാൻ്റെ പരാജയത്തിനു ശേഷം അതിർത്തിയുമായി ബന്ധപ്പെട്ട് സായുധ പോരാട്ടത്തിൽ ഏർപ്പെടില്ലെന്നല്ല വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും സിംല കരാറിൽ ഒപ്പുവെച്ചു. ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന
ദേശീയപാത NH കാർഗിൽ വഴിയാണ് കടന്നു പോകുന്നത്. നുഴഞ്ഞുകയറ്റത്തിനും പോരാട്ടത്തിനും സാക്ഷ്യം വഹിച്ച പ്രദേശം ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന ഏക റോഡാണ് ഈ പോകുന്ന NH-1. ഇപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഈ ഹൈവേക്ക് മുകളിലായി കാണുന്ന ഈ കുന്നുകളിൽ അല്ലെങ്കിൽ ഈ ഹിമാലയൻ പർവ്വത നഗരങ്ങളിൽ 16,000 അടി ഉയരത്തിൽ വരെ നമ്മുടെ ഔട്ട് പോസ്റ്റുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ സസൂക്ഷ്മം അവർ ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പ്രദേശം കൂടിയാണ് ഈ കാർഗിൽ. പാകിസ്ഥാൻ്റെ ചെറിയൊരു പട്ടണമായ സ്കാർഡുവിൽ നിന്ന് 173 കിലോമീറ്റർ മാത്രം ദൂരമാണ് കാർഗിലിലേക്കുള്ളത്. ഈ കാർഗിലിനും സ്കാർഡുവിനും ഇടയിൽ ഒരു റോഡ് നിലവിലുണ്ട്. അത് പണ്ടെല്ലാം തുറന്നു പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് ശേഷം നമ്മൾ സിയാച്ചിൻ പർവ്വതനിരകളിലും ഒത്തിരി പ്രദേശങ്ങളിലെല്ലാം സൈനിക ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ച് നമ്മൾ ഇന്ത്യയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങളും പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ഈ ഭാഗം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി കാശ്മീർ പട്ടാളം തീവ്രവാദികളെ സഹായിക്കുന്നതിനും ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പട്ടാളക്കാർ അതിശൈത്യത്തിലും അവിടുത്തെ ബങ്കറുകളിൽ താമസം തുടരുന്നു. 1990കളിലും നിരവധി തവണ ഇവിടെയെല്ലാം പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സിയ ഉൾ ഹഖ് അതുപോലെ തന്നെ ബെനസീർ ഭൂട്ടോയുടെ ഭരണകാലത്തും ഇങ്ങനെയെല്ലാം നടന്നിട്ടുണ്ട്. അതിനുശേഷം 1998 പർവേസ് മുഷറഫ് കരസേന മേധാവിയായി നിയമിച്ചതിന് ശേഷമാണ് ഇത് വീണ്ടും ഇവിടെ ഈ നുഴഞ്ഞുകയറ്റം സജീവമായത്. അതിനെയാണ് നമ്മൾ പ്രതിരോധിച്ചത്. ഈ ഓപ്പറേഷൻ വിജയ് 2 ലക്ഷത്തോളം ഇന്ത്യൻ സൈനികരെ വിന്യസിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് പ്രതികരിച്ചത്. ഭൂപ്രദേശത്തിൻ്റെ സ്വഭാവം കാരണം ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിക്കുന്നതിനും വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടു. ഇത് അവിടുത്തെ ഒരു ഗോതമ്പ് പാടമാണ്. ഞാൻ യാത്രയിൽ വഴിയിൽ വെച്ച് കണ്ട ഒരു ഗോതമ്പ് പാടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചെറുതായെല്ലാം കൃഷിയും നടത്തുന്ന പ്രദേശങ്ങളുണ്ട്. ഇതൊരു വഴിയിൽ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ അവിടെ കണ്ടതാണ്. ഈ കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ വ്യോമസേനയിൽ നിന്നും വളരെയധികം സപ്പോർട്ട് നമുക്കുണ്ടായി. അങ്ങനെ വ്യോമസേനയുടെ ഓപ്പറേഷനിലാണ് അവിടുത്തെ പല ബങ്കറുകളും നമുക്ക് തകർക്കാൻ സാധിച്ചത്. ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 7,000 മുതൽ 18,000 അടി ഉയരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആഗോളതലത്തിൽ തന്നെ ഇത്രയും ഉയരത്തിൽ ഒരു വ്യോമയുദ്ധം നടക്കുന്നത് ഇതാദ്യമായാണ്. ഈ ഉയർന്ന പ്രദേശങ്ങളിൽ വായുവിൻ്റെ പ്രശ്നവും ഈ യുദ്ധത്തെ കാര്യമായി ബാധിച്ചു. അങ്ങനെ നമ്മൾ ജൂലൈ 26 യുദ്ധം അവസാനിപ്പിച്ചു. ആ ദിവസം മുതൽ ഇന്ത്യയിൽ കാർഗിൽ വിജയ് ദിവസ്, അതായത് കാർഗിൽ വിജയ് ദിനമായി നമ്മൾ കൊണ്ടാടുന്നു.
ഹിമാലയത്തിലെ പാറകളുടെയൊക്കെ ഒരു അവസ്ഥയാണ്. പാറ അതായിട്ട് രൂപാന്തരപ്പെട്ടിട്ടില്ല. കണ്ട, ബ്രേക്ക് ചെയ്തിട്ടണ പോലെയാണ്. അവിടുന്ന് മല ഇടിഞ്ഞു വന്നത് ബ്രേക്ക് ചെയ്തിട്ടണ പോലെയാണ്. അതാണ് അവസ്ഥ. ഇതൊക്കെയാണ് റോഡിലേക്ക്, തൊട്ടടുത്തേക്ക് റോഡിലേക്ക് ഉരുണ്ട് ചാടി വീഴുക, ബ്ലോക്ക് ആവുക, ആൾക്കാർ മരിക്കുക എന്നാണ്. എന്നിട്ടും ഈ ഇതിൻ്റെ മുകളിലാണ് വീട് പണിയുന്നത്. ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് പോകാൻ
റെസിഡൻസ് ഏരിയയിലാണ് ഹോട്ടൽ. ഗോതമ്പ് കൊയ്തിട്ട് അതിൻ്റെ വൈക്കോലാണ്.
ഇറച്ചി മാർക്കറ്റാണ്. കാർഗിൽ ടിബറ്റൻ മാർക്കറ്റ്. കാർഗിലിൽ ഇന്നലെ താമസിച്ച ഹോട്ടലാണ്. ഏറ്റവും മേലെ കാണുന്നതാണ് ആ ടൈഗർ ഗില്ല്. അവിടെ നിന്നാണ് അറ്റാക്ക് ഉണ്ടായത്.